CP സാലിഹിന്റെ പാടത്ത് വിളഞ്ഞത് നൂറുമേനി കാരുണ്യമെന്ന് മന്ത്രി കെ രാജൻ. വാര്യം കോൾപ്പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച നടന്ന വിളവെടുപ്പ് കാരുണ്യത്തിന്റെ മധുരമുള്ള വിളവെടുപ്പായി മാറി. കോൾപ്പടവിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയായ CP സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കറോളം കോൾപ്പാടശേഖരത്തിലെ വിളവെടുത്ത നെല്ല് അരിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ക്യാൻസർ TB വാർഡുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമൊരുക്കി നൽകാനുള്ള തീരുമാനമാണ് ഈ വിളവെടുപ്പിനെ വേറിട്ടാക്കിയത്. ഞായറാഴ്ച രാവിലെ മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന കൊയ്ത്തുത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉയർന്ന മാതൃക കാട്ടിയ പടവിലെ കർഷകനും CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഹിനെ റവന്യൂ മന്ത്രി മാനവസേവാ പുരസ്കാരം നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ്, വാർഡംഗം K രാഗേഷ്, കൃഷി ഓഫീസർ സ്വാതി ബാബു, പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് KK മുകുന്ദൻ, വാര്യം കോൾ പാടശേഖര സമിതി പ്രസിഡന്റ് KC പുഷ്കരൻ, സെക്രട്ടറി KK അശോകൻ, തങ്ക പ്രഭാകരൻ, CA വർഗീസ്, MM അനീഷ്, PK കേരള കുമാരൻ, PK സിജി, KS ശ്രീരഞ്ജിനി, ജയശ്രീ കോക്കന്ത്ര എന്നിവർ സംസാരിച്ചു. പുറഞ്ചാലിൽ നിന്നും വെള്ളം കവിഞ്ഞു ഒഴുകി 10 ദിവസത്തോളം 117ഓളം ഏക്കർ സ്ഥലത്തെ കൃഷിഭൂമി 3 തവണ വെള്ളത്തിനടിയിലായി കിടക്കുകയായിരുന്നു. കൃഷിഭൂമി നശിച്ച് ഏകദേശം 50 ലക്ഷം രൂപ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഈ നഷ്ടം സഹിച്ചും ക്ഷമയോടെ കർഷകർ ചെയ്ത കൃഷിക്ക് ഇക്കുറി മികച്ച വിളവാണ് ലഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വാര്യം പാടശേഖര സമിതിയുടെ പ്രത്യേകിച്ച് അരിമ്പൂർ പഞ്ചായത്തിലെ പൊന്നാനി തൃശൂർ കോൾ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ ഒക്കെ വലിയ ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ CP സാലിഹ് അദ്ദേഹം കൃഷി ചെയ്യുന്ന ഈ 10 ഏക്കർ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരി പൂർണ്ണമായും നെല്ല് പൂർണ്ണമായും അരിയാക്കി മാറ്റി അത് തന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മെഡിക്കൽ കോളേജിലെ ക്യാൻസർ TB രോഗികൾക്ക് വേണ്ടിയുള്ള 365 ദിവസത്തെയും സൗജന്യ ഭക്ഷണ വിതരണത്തിന്റെ ഉൽപ്പന്നമാക്കി മാറ്റാൻ പോവുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കൃഷി ചെയ്യുന്നതേ പൊതുവിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. കൃഷിക്കാരനാവുക എന്നുള്ളത് ലോകത്തിൽ ആർക്കും പറ്റാത്ത ചില ചുമതലകളാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു കൃഷിക്കാരന് പോലീസാകാൻ പറ്റും, ഒരു കൃഷിക്കാരന് സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ പറ്റും, ഒരു കൃഷിക്കാരന് അധ്യാപകനാകാൻ പറ്റും, ഒരു കൃഷിക്കാരന് MLAയും മന്ത്രിയും ഒക്കെയാകാൻ പറ്റും. പക്ഷേ അങ്ങനെ എല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒന്നല്ല കൃഷിക്കാരൻ. കൃഷിക്കാരനാണ് കുറച്ചുകൂടി ഉന്നതമായിട്ടുള്ള പദവി. അതാവുക പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാലഭേദങ്ങൾ അറിയണം, മണ്ണിൽ പണിയെടുക്കാനുള്ള മനസ്സുണ്ടാകണം. മണ്ണിൽ പണിയെടുക്കുന്നത് കേവലം പണം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആ ഉൽപാദനത്തിലൂടെ കൃഷിയിൽ ഇടപെടുന്നതിലൂടെ ഒരു നാടിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള നാളകളെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ കൂടിയാണ് താൻ നടത്തുന്നത് എന്ന ബോധ്യമുണ്ടാകണം. ഇതൊക്കെയാണ് കൃഷിക്കാരന്റെ അടിസ്ഥാന വസ്തുതകൾ. CP സാലിഹിനെ ദീർഘകാലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കുറച്ചുകൂടി അകലത്തിലായിരുന്നെങ്കിൽ ഇപ്പോ ഈ പ്രവർത്തനങ്ങളുമായി നേരിട്ടറിയാൻ കഴിയുന്നത് ജനപ്രതിനിധിയായി വന്ന ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള കോവിഡ് കാലത്തും അതിനേക്കാൾ ഭീകരമായി കേരളം കണ്ട പ്രളയകാലത്തും അവസാനമുണ്ടായ ചൂരൽമല ദുരന്തത്തിലുൾപ്പെടെ ഓരോ ദുരന്ത ഘട്ടത്തിലും അദ്ദേഹം കാണിക്കുന്ന മനസ്സാന്നിധ്യവും ഇടപെടലും നേരിട്ട് അനുഭവിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്.